ഹായ് അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് പേജ് 16 മുന്നത്തെ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം. ഹയർ കോൺസെൻട്രേഷൻ നിന്ന് ലോവർ കോൺസെൻട്രേഷൻ പുറമാക്കുന്നത് ഓസ്മോസിസ്, ലോവറിന്ന് ഹയറിലേക്ക് പോകുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, പിന്നെ വാട്ടറിൽ മാത്രം ഓസ്മോസിസ്. എനർജി റിക്വയർ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എനർജി റിക്വയർഡ് ചെയ്യുന്നത് നമ്മുടെ ഇതിന് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന്, പിന്നെ അതുപോലെ എനർജി റിക്വയർ ചെയ്യാത്തത് ഫെസിലിറ്റേറ്റഡ്, പിന്നെ കാരിയർ പ്രോട്ടീൻസ് റിക്വയർ ചെയ്യാത്തത് നമ്മുടെ ഫെസിലിറ്റേറ്ററിന്, കാരിയർ പ്രോട്ടീൻസ് റിക്വയർ ചെയ്യുന്നത് നമ്മുടെ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന്. അപ്പോൾ അത് മനസ്സിലായില്ലേ? പിന്നെ നമ്മൾ അടുത്തത് പേജ് 17 നോക്കുകയാണ്. പേജ് 17 കുറേ ഉണ്ട്. എപ്പിഡെർമൽ സെൽസ് ഉണ്ട്, സെല്ലിൻ്റെ ഉള്ളിൽ സ്റ്റൊമാറ്റ ഉണ്ട്, മീസോഫിയ സെൽസ് ഉണ്ട്, പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു സ്ട്രക്ചർ ഉണ്ട് ക്ലോറോപ്ലാസ്റ്റ്. അതിൻ്റെ ഫുൾ സ്ട്രക്ചർ നമ്മൾ പഠിക്കണം. തൈലക്കോഡ്, ഒരു മെംബ്രൻ സാക്കിനെ പറയുന്നതാണ് തൈലക്കോഡ്. ഗ്രാന എന്ന് പറയുന്നത് സ്റ്റാക്ക് ഓഫ് തൈലക്കോഡ് ഓഫ് ക്ലോറോഫിൽ ഈസ് സീൻ സ്റ്റോമ ദ ഫ്ലൂയിഡ് പാർട്ട് ആൻഡ് സ്റ്റോമ ലാമെല്ലെ ഇന്നർ മെംബ്രൻസ് ആൻഡ് ഔട്ടർ മെംബ്രൻസ് ഒക്കെ ഉണ്ട്.